എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഐശ്വര്യപൂർണ്ണമായ സമ്പൽ സമൃദ്ധമായ ഗംഭീരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് എവിടെയൊക്കെ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ചൂടൊക്കെ ഉണ്ട്, പീക്ക് ടൈം ലോഡ് മാനേജ്മെന്റ് വൈദ്യുതീകരണമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏറ്റവും ഗംഭീരമാവട്ടെ, എല്ലാം ഐശ്വര്യമാവട്ടെ ദിവസങ്ങൾ അല്ലേ? അതെ, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കും. അപ്പോൾ ഇന്ന് ബംഗാളിൽ തെരഞ്ഞെടുപ്പാണ്, രണ്ടാം ഘട്ടം. അത് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോടുകൂടി എക്സിറ്റ് പോളുകൾ, കേരളത്തിലടക്കം എക്സിറ്റ് പോളുകൾ വരും. അങ്ങനെ വലിയ ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം അടക്കം കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദിവസമാണ്. ബംഗാളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടെന്നൊക്കെ പറയുന്നു. സംഘർഷമൊന്നും ഇല്ലാതെ അവിടെയും പോളിംഗ് പുരോഗമിക്കട്ടെ, റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലൊക്കെ ഇന്നും എത്തട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് ഏപ്രിൽ 29 തീയതിയാണ്, മേടം 16 തീയതിയാണ്, ബുധനാഴ്ചയാണ്. നമുക്ക് നോക്കാം ഈ ദിവസത്തെ പ്രധാന വാർത്തകൾ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിടയുള്ള വാർത്തകളുടെ തലക്കെട്ടുകൾ. ഏറ്റവും പ്രധാനമായി ദിൽന തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. അത് കഴിയുമ്പോൾ വരുന്നു എക്സിറ്റ് പോൾ ബംഗാൾ ബൂത്തിലേക്ക്. പശ്ചിമബംഗാളിൽ അങ്ങനെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും. 142 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ ഭവാനിപൂരിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. പ്രചാരണ കാലത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നും ചെയ്യുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ് നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തോ ക്രൂഡ് ബോംബുകളൊക്കെ പിടിക്കുന്ന കഥയൊക്കെ ഇന്നലെ കണ്ടു, NIA ഇറങ്ങുന്ന കാഴ്ച കണ്ടു. ബംഗാളിൽ പോളിംഗ് ശതമാനത്തോടൊപ്പം സമാധാനപരമായ വോട്ടെടുപ്പ് കൂടി നടക്കുക എന്നതും പ്രധാനമാണ്. ശ്രീനാഥ്, തീർച്ചയായും കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള മഹേഷ് തലയിലാണ് അശ്മി ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കാണാം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ കൗണ്ടറുകളും മറ്റുമൊക്കെ തയ്യാറാക്കുന്ന അവസാനഘട്ട ജോലിയിലൊക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് CPIM-ന്റെ ജോലികൾ നടക്കുന്ന ഒരു ഇടത്താണ്. അവിടെ പ്രവർത്തകരൊക്കെ ഇങ്ങനെ വരുന്നു, അവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നു. അവരോട് നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ തവണ 2021 ഈ 142 ഏതാണ്ട് 121 സീറ്റും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതാണ്. 18 സീറ്റ് BJP വിജയിച്ചു എന്നതാണ് ആ കണക്ക്. അതായത് തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ അധികാരം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമായിരുന്നു. ചുരുക്കത്തിൽ തൃണമൂലിന്റെ ശക്തി കേന്ദ്രത്തിലാണ് ഈ രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടം വീഴ്ച പറ്റാതിരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി ആയ മമതാ ബാനർജി തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. ഭവാനിപൂരിൽ മമത മത്സരിക്കുന്നു. അവിടെ BJPയുടെ ശക്തനായ സുവേന്ദു അധികാരി, ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരിയാണ് മമതയ്ക്കെതിരെ മത്സരിക്കുന്നത്. നന്ദിഗ്രാമിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, ഭവാനിപൂരിലും മത്സരിക്കുന്നുണ്ട്. നന്ദിഗ്രാമിൽ കഴിഞ്ഞ തവണ മമതയെ പരാജയപ്പെടുത്തിയതാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കും. നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ നേരിട്ട് എത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും ഈ രണ്ടാം ഘട്ടത്തിൽ ഭവാനിപൂരിൽ ഇരുവരും നേർക്കുന്നവർ വരുന്നതുകൊണ്ട് ആ തരത്തിൽ ഒരു ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഭവാനിപൂർ ഈ തെരഞ്ഞെടുപ്പിലാണ് ഉള്ളത്. വലിയ സംഘർഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്, പ്രചാരണ കാലത്ത് കണ്ടതാണ്. CASF ഉദ്യോഗസ്ഥർ വെടിയേൽക്കുന്നതുവരെ കണ്ടു. വലിയ അക്രമ സംഭവങ്ങൾ, ഒരു MP മിതാലി ഘോഷ് ആശുപത്രിയിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷ സംസ്ഥാനത്ത് സ്വാഭാവികമായി ഉണ്ട്. നമ്മൾ മറ്റ് പല തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടില്ലാത്ത വിധമുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ ബംഗാളിലുള്ളത്. ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം CAPF ഉദ്യോഗസ്ഥരുണ്ട്. അതിനു പുറമെ സംസ്ഥാന പോലീസുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം NIA സംഘങ്ങൾ കൂടി എത്തി. 8 ജില്ലയിലെങ്കിലും NIA ഉണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ സൗത്ത് 24 പർഗാനസിൽ അവിടെ ചില ബോംബുകൾ കണ്ടെത്തി, ക്രൂഡ് ബോംബുകൾ കണ്ടെത്തി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA സംഘത്തെ കൂടി ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനം. ഒപ്പം തന്നെ ഏതാണ്ട് 2500-ഓളം പേരെ ഇതിനോടകം തന്നെ കരുതൽ തടങ്കലിലാക്കി കഴിഞ്ഞു. അതിൽ 2 TMC കൗൺസിലർമാരുണ്ട്. 40,000-ലേറെ ബൂത്തുകളിൽ ഏതാണ്ട് 12,000 ബൂത്തുകളെങ്കിലും പ്രശ്നബാധിതം എന്നതാണ് നിലവിലെ കണക്ക്. അങ്ങനെ വലിയ ഒരു ജാഗ്രതയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമുക്ക് ചില ആളുകളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. CPIM-ന്റെ ഈ സ്ഥലത്ത് ഈ കൗണ്ടർ ഉണ്ടാക്കുന്ന ഇടത്ത് സ്വാഭാവികമായും മലയാളികൾ ഉണ്ടാകും. അങ്ങനെ ഒരു മലയാളി കൂടിയുണ്ട്. നാരായണേട്ടാ, എങ്ങനെയുണ്ട് അവസാനഘട്ട? ഇപ്പോൾ ഞങ്ങൾ വളരെ ഉഷാറിലാണ്. വലിയ മാറ്റങ്ങളില്ലെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പാർട്ടിക്ക്. കാരണം പുതിയ ജനറേഷനൊക്കെ സ്ഥാനാർത്ഥികളായി വന്നതിന്റെ ഒരു ഫലം പൊതുവെ കാണാനുണ്ട്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ബംഗാളിൽ? ഞാൻ 77 ഒക്ടോബർ 28-നാണ് ഇവിടെ എത്തിയത്. CPM-ന്റെ ഇവിടുത്തെ ഒരു വലിയ വളർച്ച ഒക്കെ കണ്ട ആളാണ്. പിന്നീട് വലിയൊരു തളർച്ചയും ഇപ്പോൾ കാണുകയാണ്. ഇപ്പൊ തളർച്ച 2010 ശേഷം ശരിയാണ്, ഒരു തളർച്ചയിൽ തന്നെയാണ്.
മലയാളികളൊക്കെ സജീവമായി ഉണ്ടോ ഇവിടെ? മലയാളികൾ ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വളരെ കുറഞ്ഞു. പിന്നെ പ്രവർത്തകരായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോവാണല്ലോ ജോലി. കേട്ടിട്ടുണ്ട് മലയാളി ഏരിയ ഒക്കെ ആകുമ്പോഴേ അവിടെയൊക്കെ ചിലപ്പോൾ മലയാളത്തിലൊക്കെ എഴുതി. അതെ, ഞങ്ങളിവിടെ എഴുതാറുണ്ട്, പല സ്ഥലത്തും കൽക്കട്ടയിൽ എഴുതിയിട്ടുണ്ട്. 1978 ഞാൻ 77 അവസാനമാണല്ലോ വന്നത്. 78 ഞാൻ ലേക്ക് മാർക്കറ്റ് ഏരിയ, അവിടെ രാജ്ബിയേരിയിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ചുമരെഴുതാൻ അവിടെ കോമഡി വിലാസ് ഹോട്ടൽ, മലയാളിയുടെ ഹോട്ടലാണ്. അപ്പോൾ അതിൽ അവരുടെ വീടിൻ്റെ ഒരു ചുമരെഴുതാൻ പോയി അന്ന് ഗുണ്ട ആക്രമണത്തിനൊക്കെ വിധേയമായ ഒരാളാണ് ഞാൻ, അതിലൊരാളാണ് ഞാൻ. ആ സമയത്ത് ഭാഷയൊന്നും അറിയായിരുന്നില്ല. വളരെ പേരൊക്കെ BJP-യിലേക്കും തൃണമൂലിലൊക്കെ പോയപ്പോഴും നിങ്ങളൊക്കെ പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുകയാണ്. വളരെ കുറഞ്ഞു പാർട്ടിയുടെ ശക്തി. ഇത്തവണ എത്ര സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നിങ്ങളൊരു വിലയിരുത്തൽ? എന്തായാലും ഞങ്ങളിവിടെ അക്കൗണ്ട് അക്കൗണ്ട് തുറക്കും, അതിൽ സംശയമില്ല. പക്ഷേ എത്ര കിട്ടും എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണല്ലോ, കൂടുതൽ കിട്ടണം. അത് എന്തായാലും പ്രതീക്ഷയിലാണ്. അതാണ് നാരായണേട്ടൻ, ഇവിടുത്തെ സഖാവ് നാരായണൻ നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ നേരത്തെ CPIM ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞ് CPM-ന്റെ പ്രതിനിധി ഉണ്ടാവുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനപ്പുറത്തേക്ക് ഭരണം പിടിക്കുക എന്നത് ഒന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. തൃണമൂലും BJP-യും തമ്മിൽ തന്നെയാണ് പ്രധാന പോരാട്ടം. ഇത്തവണ ആര് ഭരിക്കും എന്ന തീരുമാനം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഒന്നാം ഘട്ടത്തിൽ 93% പോളിംഗ് വന്നു. അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് ശതമാനത്തിൽ ഒന്നാണ് അത്. മണിപ്പൂരാണെന്ന് തോന്നുന്നു അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ. അതിനപ്പുറത്തേക്ക് വലിയൊരു പോളിംഗ് ഒന്നാം ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ തന്നെ പോളിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. SIR-ലൂടെ കുറെ പേരൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അത് ഈ മമതയ്ക്ക് വലിയ മേധാവിത്വമുള്ള മേഖലയിൽ അതെങ്ങനെ തിരിച്ചടിയാകും തൃണമൂലിന് എന്നതൊക്കെ ഈ കൗണ്ടിങ്ങിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പോലും SIR-ൽ ഈ അപ്പീൽ നൽകിയവരിൽ ഏതാണ്ട് 1500-ൽ താഴെ ആളുകളുടെ അപ്പീലുകൾ മാത്രമേ അംഗീകരിച്ച് നൽകിയിട്ടുള്ളൂ എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതായത് ബഹുഭൂരിഭാഗവും ആളുകളും ഇപ്പോഴും പുറത്തേക്ക് പോയി ആ തർക്കത്തിൽപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കേണ്ടി വരും എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിൽ തിരിച്ചടിയാവും എന്നതൊക്കെ നമുക്ക് കണ്ട് അറിയേണ്ട കാര്യമാണ്. ഒന്നാം ഘട്ടത്തിൽ സെഞ്ചുറി അടിച്ചു എന്ന് ഇരുവിഭാഗവും പറയുന്നുണ്ട്. അത് തൃണമൂലാണ് അടിച്ചതെങ്കിൽ തൃണമൂലിന് രണ്ടാം ഘട്ടത്തിൽ അവരുടെ ശക്തി ഏതാണ്ടൊക്കെ ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ അധികാരത്തിൽ തുടരാൻ കഴിയും. അതേസമയം ആ സെഞ്ചുറി BJP-യാണ് അടിച്ചതെങ്കിൽ BJP-ക്ക് ഈ തവണ ഈ രണ്ടാം ഘട്ടത്തിൽ കുറച്ച് സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തെളിയും. അങ്ങനെ രണ്ടാം ഘട്ടം ഇരു പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തിയേറിയ വാശിയേറിയ ഒരു പ്രചാരണം ഈ കാലത്ത് നമ്മൾ കാണുകയും ചെയ്തു. ഹാഷ്മി, അതാണ് ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. നാരായണേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടു. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് CPM-കാർ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീനാഥനോട് സംസാരിച്ച മലയാളത്തിൽ പാട്ടുപാടിയ JNU-കാരിയ സ്ഥാനാർത്ഥി അടക്കം 190 ഇടങ്ങളിൽ ദീപ്സിത അല്ലേ, ഗംഭീരമായ വെടിക്കെട്ട് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നല്ല നല്ല തീപ്പൊരു സ്ഥാനാർത്ഥികൾ അവിടെ CPM ഫീൽഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആ പ്രതീക്ഷ എത്രത്തോളം സാധ്യമാവുന്നറിയില്ല. പക്ഷേ ഒരു പുതിയ മാറ്റത്തിന് CPM ശ്രമിക്കുന്നുണ്ട്. ഒരു നല്ല യുവതലമുറ CPM-നോട് വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു പക്ഷേ അവർക്ക് പ്രതീക്ഷയാണ്. ശ്രീനാഥ് തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷയും. ശ്രീനാഥ്, അമിത്ഷാ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ തന്നെ 100 സീറ്റ്, ഈ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഇത് ദീദിയും ദാദയും തമ്മിലൊരു പോരാട്ടമാണ് ബംഗാളിൽ നടക്കുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ കൂടിയാണ്. എന്താണ് രാഷ്ട്രീയപരമായുള്ളൊരു കണക്കിന്ന് വൈകിട്ടോടെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് പ്രതീക്ഷ മുന്നണികളുടെ? ദീദിയും ദാദയും, ദീദിയും മോദിയും, ദീദിയും SIR-ഉം പലരും തമ്മിലുള്ള പോരാട്ടം പറയുന്നത്. അതിൽ 2021 ഒരുപക്ഷെ ദീദിയും മോദിയും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന കണക്കെ പ്രചാരണ കാലത്ത് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇത്തവണ അത് മാറി ദീദിയും അമിത്ഷായും തമ്മിലുള്ള ഒരു പോരാട്ടമായി പ്രചാരണ കാലത്ത് വാക്പോരിലൂടെ നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2021 ദീദിയുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് ദീദി ഓ ദീദി എന്ന് പ്രധാനമന്ത്രി നീട്ടി വിളിച്ച ഒരു പരിഹാസ രൂപേണ വിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് BJP കാര്യമായൊരു ഗുണം ആ തരത്തിൽ ഉണ്ടാക്കിയില്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാവും വ്യക്തിപരമായി ദീദിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനത്തിലേക്ക് കാര്യമായി കഴിഞ്ഞ തവണ കണ്ട കണക്കെ ഒന്നും പ്രധാനമന്ത്രി ഇത്തവണ ശ്രമിച്ചില്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതേസമയം അമിത്ഷാ അവസാന റാലികളിലൊക്കെ തന്നെ മമതാ ബാനർജിക്കെതിരെ കടുത്ത ആക്രമണം, വാക്കുകളിലൂടെ കടുത്ത ആക്രമണം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ വലിയ നേതാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി അത് മാറുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തിനകത്ത് സുവേന്ദു അധികാരി പോലെയുള്ള ചില നേതാക്കൾ വളർത്തിയെടുക്കാൻ BJP-ക്ക് ഇത്തവണ കഴിഞ്ഞു. കഴിഞ്ഞ തവണ പൂർണ്ണമായും ദേശീയ നേതൃത്വത്തിന്റെ ഒരു മേൽക്കൈയിലായിരുന്നു, ഒരു മേൽനോട്ടത്തിലായിരുന്നു
രീതിയിലായിരുന്നു BJP-യുടെ പ്രചാരണം പൂർണ്ണമായി നടന്നിരുന്നത്. പക്ഷേ ഇത്തവണ സംസ്ഥാനത്തെ ചില നേതാക്കളെങ്കിലും BJP-ക്ക് കാര്യമായി ഉയർത്തിക്കാണിക്കാനുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്ന തരത്തിൽ തന്നെയാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ ഇരു പാർട്ടികളും ആദ്യഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ രണ്ടുപേരും പറയുന്നത് സെഞ്ചുറി അടിച്ചു എന്നതാണ്. അത് ആരടിച്ചു എന്നത് നമുക്കിനി കൗണ്ടിങ്ങിൽ മാത്രമേ അറിയേണ്ടതുള്ളൂ. അത് ആരാ അടിച്ചാലും ആദ്യഘട്ടത്തിൽ അടിക്കുന്നവർക്ക് അതൊരു മേൽക്കോയ്മയാണ്, രണ്ടാം ഘട്ടത്തിൽ കിട്ടാവുന്ന സീറ്റുകൾ ഒരു ബോണസാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അത് പലയിടത്തും അതിര് കവിഞ്ഞുപോയി, അതിര് കടന്നുപോയി എന്നതാണ് അക്രമ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നോർത്ത് 24 പർഗാനസിൽ നടന്ന പോലീസ് സ്റ്റേഷനിൽ നടന്ന അക്രമ സംഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രവർത്തകർ തമ്മിൽ കാര്യമായ ഒരു വലിയ ഏറ്റുമുട്ടൽ പോലീസ് സ്റ്റേഷൻ അകത്ത് പോലും കടന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് പോലീസ് രാത്രി പുലരും വരെ വീടാന്തരം കയറി ഇറങ്ങി നടത്തിയ റെയ്ഡ്, അതിന്റെ ദൃശ്യങ്ങൾ TMC പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് പോലീസ് ഒരു മനുഷ്യവേട്ട നടത്തി എന്ന മട്ടിലാണ്. അതിപ്പോൾ എന്തായാലും വലിയ സംഘർഷങ്ങൾ അവസാന ഘട്ടത്തിൽ നടന്നു എന്നത് ഒരു ആശങ്കയാണ്. അതുകൊണ്ടൊരു ഹൈ ടെൻഷൻ ഈ പോളിംഗ് ദിവസം പോലും ഒരു ആശങ്ക ജനങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന അജയ് പാൽ ശർമ്മയെ ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചത്. അക്രമ സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ചുമതല ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയുള്ള ഒരു TMC സ്ഥാനാർത്ഥി അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടു. എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിന് നിങ്ങൾ ശ്രമിച്ചാൽ അത് കടുത്ത നടപടി ഞങ്ങൾ എടുക്കും എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ട്. ആ തരത്തിൽ ഒരു വലിയ സന്നാഹത്തിന് ഉള്ളിൽ നിന്നാണ് 100-ലേറെ ആംഡ് വെഹിക്കിൾ, ആംബിവിയസ് വെഹിക്കിൾ ഒക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു യുദ്ധസമാന സാഹചര്യം എന്ന് തൃണമൂൽ ഒരു വിമർശന രൂപേണ പറയുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്കും ആ ഒരു തോന്നൽ ബംഗാളിൽ നിൽക്കുമ്പോൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ഹൈ ടെൻഷൻ മത്സരം നടക്കുന്ന ഒരു ഇടമാണ് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ അത് കൃത്യമായൊരു പ്രവചനം എക്സിറ്റ് പോളുകൾക്ക് സാധ്യമാണോ എന്ന് പറയാൻ കഴിയില്ല. അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വോട്ട് എണ്ണിത്തീരുമ്പോൾ മാത്രമേ ബംഗാളിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ആ ചിത്രം കൂടുതൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയ്ക്കടുത്തൊരു സ്ഥലത്തുനിന്ന് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്നത് പോലെ ഇക്കുറി ദീദിയെ മറികടന്ന് BJP-ക്ക് അവിടെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ? ഈ പറഞ്ഞ വലിയ പ്രചരണ കോലാഹലങ്ങൾ ഫലം കാണുമോ എന്നത് ഒന്നാമത്തെ ആകാംക്ഷ. CPM-ന് അവിടെ നിയമസഭയിലേക്ക് സീറ്റ് തുറക്കാൻ കഴിയുമോ എന്ന് രണ്ടാമത്തെ ആകാംക്ഷ. സമാധാനപൂർവ്വം തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നത് മൂന്നാമത്തെ ആകാംക്ഷ. അതാണ് ഒന്നാമത്തെ ആകാംക്ഷ. അതാണ് ഒന്നാമത്തെ ആകാംക്ഷ. ആദ്യഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ടടിക്കുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടം കൂടുതൽ സമാധാനപരമാകട്ടെ. അപ്പോൾ അതിനിടയിൽ തെരഞ്ഞെടുപ്പ് തീരുമ്പോഴേക്ക് ഇന്ധനവില വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യം. ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തള്ളിയതാണ്. വില വർദ്ധിപ്പിക്കേണ്ട വിപണി സാഹചര്യമില്ല എന്നാണ് കേന്ദ്രവാദം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അരവിന്ദ്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിലവർധനയിൽ ഈ പെട്രോൾ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അതൊന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതാണോ ഈ ബംഗാൾ ഇലക്ഷന് ശേഷം ഒരു ഇരട്ടടി പോലെ വന്നേക്കാം എന്ന വിലയിരുത്തലുകൾക്ക് പിന്നിൽ? ദിൽന ഹാഷ്മി, ഫെബ്രുവരി അവസാനത്തോടെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നു. അതിനുശേഷം രാജ്യം വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി നേരിട്ടപ്പോഴും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ബംഗാളിലെ വോട്ടെടുപ്പ് അവസാനിക്കുകയാണ്. അതിനുശേഷം ഒരു പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇന്ധനവില ആഗോളതലത്തിൽ കുറയുമ്പോഴും അതിന്റെ ലാഭമാണ് കേന്ദ്ര സർക്കാർ കൊയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ധനവില ആഗോളതലത്തിൽ എണ്ണവില ഉയരുമ്പോൾ അതിന്റെ ഒരു ഭാരം അത് ജനങ്ങൾക്ക് മേൽ അടിച്ചമർത്താൻ കേന്ദ്രം ശ്രമിക്കും എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലം അവസാനിച്ചു, ഇനി ചുട്ടുപൊള്ളുന്ന വിലക്കയറ്റത്തിന്റെ കാലമെന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇതിലൊരു വിശദീകരണം നൽകിയിരുന്നു. ഇത്തരത്തിലൊരു പെട്രോൾ ഡീസൽ വർധനവ് ഉണ്ടാകില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വാദമായി ഉന്നയിക്കുന്നത്. നിലവിലെ വിപണി സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം പെട്രോൾ പമ്പുകളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ബംഗാൾ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഒരു പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടാകും എന്ന് തന്നെ ജനങ്ങൾ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരണവും നൽകിയത്. വില വർദ്ധിപ്പിക്കേണ്ടി വരുമെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു വില വർധനവാകും. ഒരുപക്ഷെ 10 രൂപയും 15 രൂപ വരെ പെട്രോൾ ഡീസലിന് വർദ്ധിപ്പിച്ചേക്കാം എന്നതാണ് വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകിയത്. ഇത് തന്നെയാണ് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഒരു വില വർധനവില്ല എന്ന് തന്നെ കഴിഞ്ഞ ദിവസം
വ്യക്തമാക്കുന്നു. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നുണപ്രചാരണങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ബംഗാളിലെ വോട്ടെടുപ്പ് അവസാനിക്കും. അതിനുശേഷം എന്തായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ആര് ഈ 5 സംസ്ഥാനങ്ങളിൽ ജയിക്കുമെന്നതിനപ്പുറം രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവ് കൂടി ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 തവണയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വിലവർധന ഉണ്ടാവില്ല എന്നൊരു വിശദീകരണം നൽകിയത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യം ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വില വർദ്ധിക്കുകയും അതോടെ ബ്രേക്ക് ഇട്ടോൾ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ആദ്യമായിട്ടല്ല രാജ്യത്ത്. ഇപ്പോൾ ഹോർമൂസ് കടലിലെ സാഹചര്യം, ഇന്ധന വില കൂടുന്ന സാഹചര്യം, കൂടുകയാണെങ്കിൽ 1.5 കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. കൂടാതിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിന് ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കി. രാഷ്ട്രീയ മാറ്റമോ തുടർഭരണമോ എന്നതിലാണ് ആകാംക്ഷ. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം തുടർഭരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് CPIM. മുഖ്യമന്ത്രി ചർച്ചകൾ പക്ഷേ കോൺഗ്രസിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേഘന മുരളി ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിയുമ്പോഴേക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നുണ്ട്. പ്രീ പോൾ, എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത് ആക്ച്വൽ റിസൾട്ടുമായി ചിലപ്പോൾ ബന്ധമുണ്ടാവും, ചിലപ്പോൾ ബന്ധമുണ്ടാവാതിരുന്ന ചരിത്രവും രാജ്യത്തുണ്ടല്ലോ, സംസ്ഥാനത്തുണ്ടല്ലോ. അപ്പോൾ എന്താണ് എക്സിറ്റ് പോൾ ഫലം വരാൻ പോകുമ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവരുടെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ മേഘന. ഗുഡ് മോർണിംഗ് ദിൽന, ഹാഷ്മി. അതിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അറിയാൻ ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൽ തന്നെയാണ് മുന്നണികളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം 1 മാസം നീണ്ട ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിൽ ഒരു ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളായിരിക്കും മുന്നണികൾക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദേശീയ ഏജൻസികളുടെയും ദേശീയ ചാനലുകളുടെ അടക്കം ഈ ഫലം കണക്കുകൂട്ടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോവുക എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലമുണ്ടായത് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളതാണ്. അതുപോലെ സംഭവിച്ചു. അതിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നൊക്കെ തന്നെയാണ് വലിയ ആകാംക്ഷയുള്ളത് എന്നുള്ളതാണ്. എന്തായാലും മെയ് 4-ന് അത് തുടർഭരണമോ അല്ല ഭരണമാറ്റമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിൽ പ്രധാനമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതിലാണ് ഒരു ആശങ്കയുള്ളത്. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായതുപോലെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക CPM ക്യാമ്പിലും LDF ക്യാമ്പിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലോട്ടും UDF-ലോട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു അമിത ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ചർച്ച അടക്കം തുടങ്ങി. മുഖ്യമന്ത്രി ചർച്ച ആണ് ഇപ്പോൾ കൂടുതലും കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആരെ അനുകൂലിക്കുന്നുവോ അവർക്ക് ഭരണം ലഭിക്കാമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരവും പാലക്കാടും അടക്കമുള്ള ജില്ലകളിൽ ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുക എന്നുള്ള കാര്യം കൂടി, അത് ഭൂരിപക്ഷം നേടാനാകും എന്നുള്ള കാര്യം കൂടിയാണ് പ്രധാനമായും പറയുന്നത്. കൊല്ലവും തിരുവനന്തപുരവും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഭരണം എന്നുള്ള പൊതുവെയുള്ള ഒരു തത്വമുണ്ട്. ആ തത്വം പാലിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ് വിവിധ മുന്നണികൾ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റെങ്കിലും നേടുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ NDAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ നിയമമടക്കം രാജീവ് ചന്ദ്രശേഖറിലൂടെ പിടിച്ചെടുക്കാമെന്നുള്ള കാര്യം NDA ക്യാമ്പും ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തായാലും ഇനി 5 ദിവസങ്ങളുടെ കാത്തിരിപ്പാണ്. ഈ മെയ് 4-ന് വോട്ടെണ്ണൽ. ആ സമയത്ത് ഭരണമാറ്റമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ തുടർഭരണം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും നമുക്ക് വിവിധ ക്യാമ്പുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ അടക്കം പല ക്യാമ്പുകളിലും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ പോലീസ് സംവിധാനങ്ങളെ സംബന്ധിച്ച് 123 പ്രശ്നബാധിത ബൂത്തുകളും പ്രദേശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ ഇന്റലിജൻസിന്റെ കണക്ക് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അടക്കം ഒരുക്കാനുള്ള ഒരു സജ്ജീകരണത്തിലാണ്. എന്തായാലും വലിയ ആകാംക്ഷ നമുക്കുമുണ്ട്. ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ആ കണക്കനുസരിച്ചായിരിക്കും ഇനിയുള്ള കൂട്ടലുകളും കിഴിക്കലുകളും എന്നുള്ളതാണ്. CPM-ൽ ആശങ്കയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലും NDA മുന്നണിക്കും ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. അശ്മീദില്ല മേഘന മുരളിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയതില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്, ഹരിയാനയിലെ എക്സിറ്റ് പോൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് ശരിയാവണമെന്നില്ല, എന്നാൽ തെറ്റാവണമെന്നില്ല. എന്ത് സംഭവിക്കാം. അപ്പോൾ അത് വെച്ച് കണക്കൂട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അതെ, പക്ഷേ എന്ന് പറയുമ്പോഴും അത് ശരിയായാലും ഇല്ലെങ്കിലും സ്വാഭാവികമായും വോട്ടെണ്ണൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാക്കിയുള്ള ദിവസങ്ങളിലെ ചർച്ച മുന്നണികളുടെ രാഷ്ട്രീയ കക്ഷികൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിൽ ചുറ്റിപ്പറ്റിയാകും, അതിൽ കേന്ദ്രീകരിച്ചാകും എന്ന കാര്യത്തിലും വേണ്ട തർക്കം.
അപ്പോൾ നമ്മൾ നേരെ താമരശ്ശേരി ചുരത്തിൽ നിന്ന് കയറിയാൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. ദിലിഷ തിലകനാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നത്. ദിലിഷ, എന്താണ് പകരം സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ദിൽന. ഈ കടുത്ത വേനലാണ്, കടുത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് തണുപ്പ് തേടി പോകുന്ന യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാകുകയാണ് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും യാത്രക്കാരെല്ലാവരും യാത്രാ സമയമെല്ലാം ക്രമീകരിക്കുക. കാരണം ഇന്നു മുതൽ ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം 6-ാം വളവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കൊക്കയിലേക്ക് മറിഞ്ഞ ഹിറ്റാച്ചി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും ഈ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഭാരവാഹനങ്ങൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും ചുരത്തിൽ പൂർണ്ണ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് വരെയാണ് ഈ നിയന്ത്രണം. മാത്രവുമല്ല, ചുരം 6, 7, 8 വളവുകളിലെല്ലാം തന്നെ ഈ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ യാത്രാ സമയം ക്രമീകരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്നുള്ള ഖലാസിമാർ എത്തിയിട്ടായിരിക്കും ഈ ഹിറ്റാച്ചി ഉയർത്തുക. എന്തായാലും ഈ 6, 7, 8 വളവുകളിലെ വീതി കൂട്ടുന്ന നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ചുരം വ്യൂ പോയിന്റിൽ പാറ ഇടിഞ്ഞ ഭാഗത്ത് നെറ്റ് ഇടുന്ന പ്രവൃത്തി, അതുപോലെ 9-ാം വളവിലെ സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തികളും ഇന്ന് നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ലാത്ത യാത്രക്കാരെല്ലാം തന്നെ യാത്ര ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം കൂടി ലഭിക്കുന്നുണ്ട്. പരമാവധി യാത്രാ സമയം ക്രമീകരിക്കുക. അത്യാവശ്യമായിട്ട് എത്തേണ്ടതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങാനും ശ്രദ്ധിക്കുക. ഹാഷ്മി, ദിൽന. ശരി, ദിലിഷ തിലകനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി പവർ കട്ടുമായി ബന്ധപ്പെട്ട ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ആകാം എന്ന KCBയുടെ ഉന്നതതല യോഗത്തിലെ തീരുമാനം അത് ഇന്നലെയാണ് വന്നത്. ഇനി മുതൽ പീക്ക് അവറിൽ 30 മിനിറ്റിൽ താഴെ നേരം ലോഡ് ഷെഡിംഗ് നടത്താം എന്നാണ് തീരുമാനം. സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർമാർക്കാണ് യോഗത്തിൽ ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണം. അതേസമയം ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. മേഘന മുരളി തന്നെ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. മേഘന, അപ്പോൾ ഇന്നിപ്പോൾ ഒഫീഷ്യൽ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുവാദം കൊടുക്കുക എന്ന പ്രോസസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കോ, പവർ കട്ട് എന്ന് വിളിക്കോ, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് വിളിക്കോ? മേഘന. ഹാഷ്മി, മന്ത്രി K കൃഷ്ണൻകുട്ടി ഇന്നലെ അവസാന പ്രതികരണം നടത്തുമ്പോഴും ഇത് ലോഡ് ഷെഡിംഗ് അല്ല, ഇതൊരു നിയന്ത്രണമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ വൈദ്യുതി ലോഡ് ഷെഡിംഗിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളത് കൂടിയാണ് K കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഇന്നലെ സംസ്ഥാനത്ത് നടന്ന KCB ഉന്നതതല യോഗത്തിലടക്കം പറയുന്നത് ഒരു പ്രതിസന്ധി സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ 30 മിനിറ്റിൽ താഴെ വരെ ലോഡ് ഷെഡിംഗ് നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർക്കടക്കം ഉന്നതതല യോഗം ഇന്നലെ തന്നെ കൊടുക്കുകയും ചെയ്തത്. ഇന്ന് അവസാന തലത്തിൽ ഒരു യോഗം ചേരുകയും ഒരു അന്തിമ ഒരു അനുമതി നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ 30 മിനിറ്റിൽ താഴെ 15 മിനിറ്റ് നേരം അടക്കം സംസ്ഥാനത്ത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണമുണ്ട്. അതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി തന്നെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമടക്കം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ വലിയ വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു ലോഡ് ഷെഡിംഗ് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു വിമർശനമായി വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡാം മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തെയും കൃത്യമായ കരുതലോടുകൂടി കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഇത്തരത്തിൽ പവർ കട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുകയും ചെയ്തത്. എന്നാൽ ഇന്നലെ ഉന്നതതല യോഗത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ പൊതുജനങ്ങൾ കരുതലോടുകൂടി ഇടപെടണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രതിസന്ധി അത്തരം കരുതലോടുകൂടിയുള്ള ഉപയോഗമുണ്ടെങ്കിൽ മറികടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അമിത സമ്മർദ്ദം ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ 30 മിനിറ്റിൽ താഴെ എല്ലാ ദിവസവും ലോഡ് ഷെഡിംഗ് എന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കായി ഈ AC ഉപയോഗവും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗവും അടക്കമുള്ള കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. AC-യുടെ കാര്യത്തിൽ അത് AC ഉപയോഗിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 26-24 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില നിയന്ത്രിക്കണമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പീക്ക് അവറിൽ ഇലക്ട്രിക് ചാർജുകളുടെയും അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് വൈദ്യുത ഉപകരണങ്ങളോ ഉപയോഗിക്കരുത്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ ചാർജ് ചെയ്യരുത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്.
ഇങ്ങനെ കരുതലോടുകൂടിയുള്ള ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ ഈ വൈദ്യുതി നിയന്ത്രിക്കാൻ, അത് കൂടുതലുള്ള ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലും ഈ അതിഉഷ്ണമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ വിപണിയിൽ നിന്നും ഈ വൈദ്യുതി വാങ്ങുന്നതിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുന്നതായതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ രാജ്യാന്തര തലത്തിലുള്ള ഉഷ്ണവും അതുപോലെ തന്നെ താപനില ഉയർന്നതും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഉന്നതതല യോഗത്തിൽ ഇന്നലെ പറയുകയും ചെയ്തത്. എന്തായാലും ഔദ്യോഗികമായി ഒരു പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അന്തിമ യോഗമുണ്ട്. ആ യോഗത്തിലാണ് തീരുമാനം ഉണ്ടാവുക. ഇതുവരെ അതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നാണ് അതിൽ ഫൈനൽ തീരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നു. എന്തായാലും അരമണിക്കൂറിൽ താഴെ പവർ കട്ടിങ്ങോ ലോഡ് ഷെഡിങ്ങോ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും അരമണിക്കൂറിൽ താഴെ കറണ്ട് പോകുന്ന ഒരു പ്രതിഭാസം എന്താണോ അതുണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. ഇന്ന് അതിൽ ഫൈനൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് കൊടും ചൂട് അത് ചെറിയ അതിൽ ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തു, രാത്രി ഈ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തു, പല ഭാഗങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ആശ്വാസം ഈ ചൂടിലുണ്ട്. അതെന്തായാലും KSEBക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ആഴ്ചകളായി വിവിധ ജില്ലകളിൽ നിലനിന്നിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. വേനൽമഴ സജീവമായതും ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതത്തിന്റെ സ്വാധീനവുമാണ് ഈ ചൂട് കുറയാനുള്ള കാരണമായി കണക്കാക്കുന്നത്. അപ്പോൾ അത് മേഘന മുരളി തന്നെയാണ് പറയാം. മേഘന, അപ്പോൾ എറണാകുളത്തൊക്കെ ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മഴ പെയ്തു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം മഴ ഇന്നലെ പെയ്തു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഉള്ള ചൂടിനൊരു പൊടിയെങ്കിലും ശമനം ഉണ്ടായെന്നുള്ള തർക്കമില്ല. അപ്പോൾ ആ ശമനം, ആ സമാധാനം, ആ ശാന്തി വരും ദിവസങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കാവോ മേഘന? ഹാഷ്മി, വരും ദിവസങ്ങളിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ ഒരു കൊടും ചൂടിന് ശമനമുണ്ടാകും. അത് പാലക്കാട് ഇന്നലെ 39.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില എത്തിയത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ താപനില ഉയരുന്നതിൽ ഒരു ശമനം ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നലെ തിരുവനന്തപുരം അടക്കമുള്ള എറണാകുളവും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിലൊക്കെ വേനൽമഴ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിലും മെയ് 2 വരെ വേനൽമഴ തുടരുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താപനില സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ജില്ലകളിലായിരുന്നു താപനില മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് പിൻവലിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ 40 ഡിഗ്രി സെൽഷ്യസിലേക്കോ 39 ഡിഗ്രി സെൽഷ്യസിലേക്കോ താപനില ഉയരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തലായി വരികയും ചെയ്യുന്നത്. അതേസമയം ഈ താപനില മുൻകരുതലുകളൊക്കെ അതേപോലെ തന്നെ സ്വീകരിക്കണം. അതായത് ഈ UV റേസിന്റെ അടക്കം UV കിരണങ്ങളുടെ അടക്കം സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ അതേപോലെ തന്നെ എടുക്കണമെന്നുള്ളതാണ് ഒരു കരുതലും അതുപോലെ തന്നെ മുന്നറിയിപ്പുമായി വരുന്നത്. എന്നാൽ വേനൽമഴ പരക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ഓക്കെ, മേഘനയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ ബഷീർ ചോദിക്കുന്നുണ്ട് മഴയോ എവിടെയെന്ന്. മഴ പെയ്യാത്ത സ്ഥലങ്ങളുണ്ടോ എന്തോ? ഉണ്ടാവണം. അതുപോലെ പാലക്കാട് മഴ പെയ്തിട്ടുണ്ടോ? പാലക്കാട് അറിയില്ല പൊതുവിൽ, പക്ഷേ അവിടെ ചൂട് കൂടി നിൽക്കുന്നു. ചൂട് പോലെ കുറവൊന്നുമില്ല, ചൂടിന് ശമനമില്ല. പാലക്കാട് ഉയർന്ന താപനിലയിൽ വെന്തുരുകയാണ് ആ ജില്ല. സൂര്യാതപം, സൂര്യാഘാതമടക്കം ഉള്ള പ്രത്യാഘാതങ്ങളും ഏതാണ്ട് ഒരു മാസത്തിനിടെ 318 പേരാണ് ജില്ലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കരിമ്പനയിൽ നിന്ന് തണുത്ത കാറ്റ് നിലച്ചിട്ട് ദിവസങ്ങളായി. കനത്ത വേനൽ ചൂടിൽ കത്തിജ്വലിക്കുകയാണ് പാലക്കാട്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം അന്തരീക്ഷ താപനില കുറയുമെങ്കിലും പാലക്കാട് ചൂട് രാത്രിയും ഉയർന്നു തന്നെയാണ്. വിയർപ്പ്, തളർച്ച, തലകറക്കം എന്നിവ മൂലം ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം സൂര്യതപമേറ്റുള്ള ചൂടുകുരു, ചൊറിച്ചിൽ തുടങ്ങിയവ സഹിക്കാനാവാതെ ജില്ലയിൽ ആശുപത്രികളിൽ എത്തിയവരുടെ എണ്ണം 200 കടന്നു. 71 പേർക്ക് തൊലി പൊള്ളി അടർന്നുപോയി. നിരന്തരമായി വെയിലേറ്റാൽ സൂര്യാഘാതം വരെ വരാനും ജീവന് ഭീഷണിയാകാനും സാധ്യതയുണ്ട്. ജില്ലയിൽ 2 സംഭവങ്ങളാണ് അത്തരത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ജാഗ്രത പാലിക്കാനാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം. 10:30 ശേഷം 3 മണി വരെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക, കുട ഉപയോഗിക്കുക, ആവശ്യത്തിൽ നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ കോട്ടൺ ക്ലോത്ത്സ് പരമാവധി യൂസ് ചെയ്യുക, ഡാർക്കായിട്ടുള്ള ക്ലോത്തുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ള അവയർനെസ്. രാത്രികാലങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യവും കൂടുന്നുണ്ട്. ഈ മാസം ഇതുവരെ 43 പേർക്ക് പാമ്പ് കടിയേറ്റു. പാമ്പ് കടിയേറ്റാൽ ഉടൻ നൽകേണ്ട ആന്റിവെനം കുത്തിവെപ്പും വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചൂടേറ്റുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രികളിൽ പോകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്.
24 പാലക്കാട്. പക്ഷേ ഉത്തരേന്ത്യയിൽ അത് തന്നെയാണ് അവസ്ഥ. ഉഷ്ണതരംഗം രൂക്ഷമാവുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കഠിനമായ ചൂട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിനിടെ കനത്ത ചൂടിന് ആശ്വാസമായി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ മഴ ലഭിച്ചിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, ചെറിയ മഴ ഇപ്പോഴും അവിടെ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൊടയൊക്കെ പിടിച്ചാണല്ലോ അരവിന്ദ് നിൽക്കുന്നത്. എന്താണ് ഉത്തരേന്ത്യയിലെ ആകെ സാഹചര്യം? ഹാഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗം തുടരുകയാണ്. അതിൽ ഡൽഹിയിൽ ഒരു താൽക്കാലിക ആശ്വാസമായ ഒരു നേരിയ മഴ ഇപ്പോൾ പെയ്തിരിക്കുന്നു. ഇത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് ഇന്ന് പ്രവചനം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നേരിയ മഴയാണ്. അത് ശക്തമായില്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള ചൂടിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളടക്കം നൽകിയിരുന്നു. കാരണം ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ശക്തമായ ചൂടാണ് തുടരുന്നത്. ഉച്ചസമയത്തൊന്നും പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉത്തരേന്ത്യയിലുള്ളത്. അതുകൂടാതെ തന്നെ രാത്രി അടക്കം വലിയ രീതിയിലുള്ള ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നതാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം കൃത്യമായ മുന്നറിയിപ്പുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ ഈ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു 21 സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഈ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലടക്കം കൃത്യമായ സജ്ജീകരണങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സജ്ജമായിരിക്കണം എന്നതാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സംസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ, ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന പരിപാടികളടക്കം സർക്കാരുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ഒരു നേരിയ മഴയുണ്ട്. അതിന്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഡൽഹി നിവാസികളുള്ളത്. ഹാഷ്മിദില്ല. ശരി അരവിന്ദ്, എന്തായാലും കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ആളുകൾ എത്തട്ടെ, ആൾക്ക് അങ്ങനെയുള്ള സാഹചര്യം വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഡൽഹി ഇത് മാത്രമല്ല, അവിടെ മാലിന്യ പ്രശ്നം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊള്ളാൻ 2-3 മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ചെറിയ പരിഹാരം ഉണ്ടാകുന്നത്. പെയ്യട്ടെ. അപ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ മിൽമ പാലിന്റെ വില വർധനവിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പറയുന്നത്. അതെ, വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാലിന്റെ വില ലിറ്ററിന് 3 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് മേഖലാ യൂണിയനുകളുടെ ആവശ്യം. മേഘന മുരളി ആ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. മേഘന, 3 മുതൽ 6 എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? ഹാഷ്മി, അങ്ങനെയല്ല എന്നുള്ളതാണ് മിൽമയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ പറയുന്നത്. കാരണം ഈ വേനൽ ചൂട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്ഷീരമേഖലയാണ്. പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ കാലിത്തീറ്റയ്ക്ക് വില കൂടി, പച്ചപ്പുല്ല് ലഭിക്കാനില്ല. അതുപോലെ ഈ രോഗബാധയടക്കം, പശുക്കൾക്കും കന്നുകാലികൾക്കും ഉണ്ടാകുന്ന രോഗബാധയടക്കം വലിയ രീതിയിൽ ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മിൽമ യൂണിയനുകളും ക്ഷീര യൂണിയനുകളും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ പണം കൂട്ടണമെന്നുള്ള കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിലൊരു തീരുമാനം ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ മിൽമ ബോർഡ് യോഗം ഇന്ന് കൂടുന്നത്. പക്ഷേ ഇന്ന് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുത്താലും അതിൽ സർക്കാരിന്റെ അംഗീകാരം വേണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു വില വർധനവ് വേണമെന്നുള്ളത് തന്നെയാണ് മിൽമയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ പറയുന്നത്. അത് 4 മുതൽ 6 വരെയുള്ള രൂപ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം, അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം അത്രയധികം പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർദ്ധിപ്പിക്കുന്ന തുകയിൽ 83.75% കർഷകർക്ക് തന്നെ നൽകാനാണ് മിൽമ ബോർഡിന്റെ ഒരു തീരുമാനമായി വരുന്നത്. പക്ഷേ ഈ തീരുമാനത്തിനൊക്കെ ഒരു സർക്കാർ അംഗീകാരം വേണം. അംഗീകാരത്തിനുള്ള കാത്തിരിപ്പാണ്. നേരത്തെ തന്നെ ഈ വേനൽ തുടങ്ങിയ സമയത്ത് തന്നെ പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്നും കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു നിവേദനം അടക്കം സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനം, ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാനും മിൽമ യൂണിയനുകൾ തീരുമാനിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു മിൽമ ബോർഡ് യോഗം കൂടുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകും. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട സമയവും ആ കാലാവധിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മിൽമ പാലിന്റെ വില കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എത്ര രൂപ എന്ന കാര്യത്തിലാകും ഒരു പക്ഷേ ഇന്നൊരു തീരുമാനമുണ്ടാവുക. അല്ലെങ്കിൽ ചായയുടെ എണ്ണം കുറച്ചാലും മതി.
4 മുതൽ 6 വരെ എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഇടയ്ക്ക് 5 രൂപ എന്നൊക്കെ ആയിരിക്കും. 5 രൂപ ലിറ്ററിന് കൂടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത കൂടുതലാണ്. പക്ഷേ ആ മിൽമയ്ക്ക് എന്തിനാണ് 5 രൂപ കൂടുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ന്യായവാദവും ഒരു കൃത്യമായ കണക്കുമുണ്ട്. പക്ഷേ പാല് മേടിക്കുന്ന ആൾക്കാർക്ക് ന്യായവാദത്തിന് കണക്കിനും അപ്പുറം വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 7 സെക്കൻഡും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ചായ കുടിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. പ്രേക്ഷകർക്ക് ഉണർന്നു വരുന്ന സമയമൊക്കെ ആയിരിക്കും. ഒരുപാട് പേർ സുപ്രഭാതം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈകി വന്ന പ്രേക്ഷകർക്കും സുപ്രഭാതം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കണ്ണൂർ തലശ്ശേരിയിൽ KCB കരാർ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു എന്നൊരു സങ്കട വാർത്ത രാവിലെ വരുന്നുണ്ട്. കുണ്ടിച്ചിറ സ്വദേശി രാജനാണ് മരിച്ചത്. പാറാക്കുന്നിൽ HT ലൈൻ പോസ്റ്റിൽ തീപ്പൊരി എന്ന വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്ക് പോയതായിരുന്നു. ഗോകുൽ K വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, സങ്കടകരമായൊരു വാർത്ത, എന്താണ് മറ്റു വിവരങ്ങൾ? അശ്മി, ഇന്നലെ രാത്രി 9:30 അപകടം. തലശ്ശേരി പുണ്യത്തെ പാറാംകുന്ന് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് KCBയുടെ. അവിടെ HT ലൈൻ പോസ്റ്റിൽ തീപ്പൊരി കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് KCBയിൽ വിളിച്ച് വിവരം പറയുന്നത്. ഇതനുസരിച്ച് KCB ഉദ്യോഗസ്ഥരും താൽക്കാലിക ജീവനക്കാരനായ രാജൻ ഉൾപ്പെടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി. പിന്നീട് ഇത് പരിശോധിക്കുന്നതിനിടെ രാജന് ഷോക്കേൽക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും KCB ജീവനക്കാരും ഒക്കെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 58 വയസ്സായിരുന്നു രാജന്. അശ്മി, ചാൾസ് രാജാവിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ്. സമകാലിക ആഗോള സാഹചര്യത്തിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള സഹകരണം മുമ്പത്തേതിനേക്കാൾ അനിവാര്യം എന്ന് പറയുകയാണ് ചാൾസ് രാജാവ്. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാൾസ് മൂന്നാമൻ രാജാവ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടൻ അമേരിക്കയെ പിന്തുണച്ചില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനങ്ങൾക്കിടയിലാണ് ചാൾസ് രാജാവിന്റെ പരാമർശം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എങ്ങനെയാണ് ചാൾസ് രാജാവിന്റെ സന്ദർശനവും ആ പരാമർശങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ പ്രസക്തമാവുക? ഹാഷ്മി, ദിൽന, ബ്രിട്ടനും അതോടൊപ്പം തന്നെ അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിർണായകമായ സന്ദർശനം എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സന്ദർശനം എന്നാണ് പറയേണ്ടത്. കൂടാതെ അമേരിക്കൻ കോൺഗ്രസിനെ രാജാവ് അഭിസംബോധന ചെയ്തു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ചാൾസ് രാജാവ് പ്രധാനമായും ചില പരാമർശങ്ങളെല്ലാം തന്നെ നടത്തുന്നൊരു സാഹചര്യമുണ്ടായി. സമകാലിക ആഗോള സാഹചര്യത്തിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ സഹകരണം കൂടുതൽ അനിവാര്യമാണെന്നാണ് ചാൾസ് രാജാവ് പറഞ്ഞത്. കൂടാതെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടൻ അമേരിക്കയെ പിന്തുണച്ചില്ല എന്നൊരു പരാമർശം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു വിമർശനം ഉണ്ടായി. അതിനിടയിലാണ് ചാൾസ് രാജാവിന്റെ സന്ദർശനം എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ 2001 സെപ്റ്റംബറിലെ ഭീകരാക്രമണ സമയത്ത് ബ്രിട്ടൻ അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിലകൊണ്ട് എന്നൊരു കാര്യം ചാൾസ് രാജാവ് പരാമർശിക്കുകയുണ്ടായി. കൂടാതെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്ക ഈ സ്വീകരിച്ച നിലപാടിനൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ സെപ്റ്റംബറിലെ ആ നിലപാടിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കണം എന്നൊരു കാര്യം കൂടി പറയുകയുണ്ടായി. കൂടാതെ 1991 ശേഷമാണ് എലിസബത്ത് രാജ്ഞി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തതിനു ശേഷമാണ്, 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിർണായകമായ സന്ദർശനം എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യവേ വളരെ നിർണായകമായ കാര്യങ്ങൾ ചാൾസ് രാജാവ് പറഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ ആഗോള സാഹചര്യത്തിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകണം, അത് അനിവാര്യമായ ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത്. കൂടാതെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടൻ അമേരിക്കയെ പിന്തുണച്ചില്ലെന്നൊരു വിമർശനം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നു. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സന്ദർശനം. കൂടാതെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്ക നിശ്ചയദാർഢ്യത്തോടെ ഇടപെടണം, അമേരിക്ക വളരെ കാര്യക്ഷമമായി ഇടപെടണം എന്നൊരു കാര്യം കൂടി ചാൾസ് രാജാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നതാണ് എടുത്തു പറയേണ്ടത്. ഹാഷ്മിദിന് ഓക്കെ, ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ, ഇറാന്റെ കാര്യത്തിൽ ബ്രിട്ടനോട് അമേരിക്കയ്ക്ക് കാര്യമായ വിയോജിത വിമർശനമുണ്ട്. ഇനി രാജകുമാരൻ സംസാരിച്ചു എന്ന് കരുതി ട്രംപ് മാറ്റമൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഇന്ന് നല്ലത് പറയും, ചിലപ്പോൾ നാളെ അതിനേക്കാൾ മോശം പറയുകയും ചെയ്യും. ഇവിടെ ലാൽജി പറയുന്നു, ഞങ്ങൾ തേയിലക്കാപ്പി കുടിച്ചോളാം. അങ്ങനുണ്ടോ? തേയിലക്കാപ്പി ഉണ്ടോ? കട്ടൻ കാപ്പി ഉദ്ദേശിച്ചു. പാമ്പുകടിയേറ്റ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തളിപ്പറമ്പ് പട്ടുവം സ്വദേശി നാരായണിയും കാസർഗോഡ് എളയിരത്തട്ടിലെ 4.5 വയസ്സുകാരെ ഋതു ചന്ദ്രയുമാണ് ചികിത്സയിലുള്ളത്. രണ്ടുപേരും വെന്റിലേറ്ററിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മൾ ഈ തൃശ്ശൂരെ ആൾജോയുടെ സഹോദരൻ്റെ കാര്യത്തിൽ കണ്ടത്, അവനും വളരെ പ്രശ്നത്തിലായിരുന്നെങ്കിലും പക്ഷേ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല വാർത്ത നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ അന്ന് അവിടെ നിന്ന് വന്നിരുന്നു. ഋതുവിൻ്റെ കാര്യത്തിലടക്കം സമാനമായ നല്ല വാർത്ത പ്രതീക്ഷിക്കാമോ? ഹാഷ്മി, ദിൽമ, നമുക്ക് അത്തരത്തിലൊരു വാർത്ത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രണ്ടുപേരും വെന്റിലേറ്ററിലാണ്. 2 ദിവസമായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് 2 പേർക്കും പാമ്പുകടിയേറ്റത്.
ഈ പറയുന്നത് പോലെ തളിപ്പറമ്പ് പട്ടുവത്തെ വയോധികയായിട്ടുള്ള നാരായണിയെ വെള്ളിക്കെട്ടൻ പാമ്പാണ് കടിച്ചത്. അവർ വീടിന് സമീപത്ത് നിന്ന് ചകിരിയും വിറകും ഒക്കെ ശേഖരിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അവരവിടെ ചികിത്സയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് അതിലെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഡോക്ടർമാരുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേ ദിവസം തന്നെയാണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള 4 വയസ്സുകാരി, ആ കുട്ടിയും വീടിനകത്ത് നിന്ന് കളിപ്പാട്ടമൊക്കെ ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. ആ സമയത്ത് മൂർഖൻ പാമ്പാണ് കടിച്ചത്. ആ കുട്ടിയെയും പിന്നീട് അവിടെ ഒരു ആശുപത്രി പ്രവേശിപ്പിച്ച ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. രണ്ടുപേരും ചികിത്സയിൽ തുടരുന്നു. രണ്ടുപേർക്കും ആന്റിവെനം പരിയാരം മെഡിക്കൽ കോളേജിൽ ആന്റിവെനം അസൗകര്യമൊക്കെ ഉണ്ട്. അതുൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിൽ ഈ പാമ്പുകടിയേറ്റ ഒരു വയോധിക നഫീസ എന്ന് പറയുന്ന പ്രായമായ ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിൽ കയറിയായിരുന്നു ഈ പാമ്പ് കടിച്ചത്. പാമ്പിന്റെ ശല്യം വളരെ രൂക്ഷമാണ്. വീട്ടിലും കടകളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പാമ്പ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ 2 പേർ പാമ്പുകടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് വാർത്ത. കാശ്മീർ ജില്ല. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ജീവിതത്തിലേക്ക് ആരോഗ്യം വീണ്ടെടുത്ത് മടങ്ങി വരട്ടെ. പാമ്പുകടിയേറ്റ് അങ്ങ് വലിയ ഗുരുതരാവസ്ഥയിലുള്ളവരും ജീവിതത്തിലേക്ക് ശക്തമായി മടങ്ങി വന്ന ഒന്നല്ല, പല വാർത്തകൾ നമുക്ക് മുന്നിൽ ഇതിനോടകം തന്നെ ഉണ്ട് താനും. കണ്ണൂരേക്ക് തന്നെയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 1-ാം പ്രതി ഡോക്ടർ MK റാമിനെ ഇനിയും പിടികൂടാനായിട്ടില്ല. പോലീസിന് 18 ദിവസമായി MK റാം ഒളിവിലാണ്. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തെത്തി. റാമിന ഇതര സംസ്ഥാനങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. ഗൂഗിൾ കെ വേണുഗോപാൽ തന്നെ വാർത്തയോട് വിവരണം വച്ചിരുന്നു. ഗൂഗിൾ, ഇന്നലെ ദളിത് സംഘടനകളുടെ ഹർത്താൽ അത് ആരും കരുതിയതിനപ്പുറം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഹർത്താലായി മാറുന്നു. തുടർന്ന് രാത്രി ഈ ആന്ധ്രാപ്രദേശിൽ പോലീസ് നടന്ന തെരച്ചിലിന്റെ ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിടുന്നുണ്ടായിരുന്നു. പക്ഷെ റാം എവിടെയെന്ന് അറിയില്ല ആർക്കും. ഗൂഗിൾ അത് തന്നെയാണ്. കഴിഞ്ഞ 18 ദിവസമായി ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ആ സ്ഥലത്ത് റാം ഉണ്ട്. അതായത് സിമ്പതിക്ക് വേണ്ടിയാണ് റാം കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് ചാടിയത് എന്ന് വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. റാമിന്റെ സ്വഭാവം ഏത് രീതിയിലായിരുന്നു, അല്ലെങ്കിൽ റാമിന്റെ സമീപനം എന്തായിരുന്നു നിതിൻ രാജിനോട് ഉള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ടേക്ക് വെച്ചത്. പക്ഷേ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും അന്നു മുതൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. റാമിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും റാം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. തുടക്കം മുതൽ പോലീസ് ഈ കേസിൽ ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണമായി റാമിന്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനാലാണ് പിടികൂടാത്തത്. റാമിനെ രക്ഷിക്കാൻ സഹായിക്കുകയാണ് എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ടേക്ക് വെച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അത് ശനിയാഴ്ച തള്ളുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പോലും റാമിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചില്ല. അതേസമയം പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ആന്ധ്രയിലും, റാമിന്റെ ജന്മനാടാണ് ആന്ധ്ര, അവിടെയും കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസുണ്ട്. പല മേഖലകളിൽ പരിശോധനകൾ നടത്തുന്നു. റാം ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഫോൺ നമ്പറുകളൊക്കെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും റാം എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിനെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്ന, റാമിന്റെ കുടുംബം പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് തോന്നിക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി റാം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീരില്ല. ഓക്കെ, എന്തൊക്കെയോ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. കോടതി മുഖവിലേക്ക് എടുക്കുമെന്ന കാര്യം അറിയില്ല. എന്തായാലും കേരള പോലീസ് മുന്നിൽ റാം ഇപ്പോഴും അപ്രത്യക്ഷനായി തുടരുകയാണ്. ഇന്നലെ ഹർത്താൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഹർത്താലാണ് ഹർത്താൽ. ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും അതിനുശേഷം വലിയ തെരച്ചിൽ ഉണ്ടാവുന്നു എന്ന് കാണിക്കാനാണോ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ റാം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡായ ഹിറ്റാച്ചിയുടെ ഏറ്റവും പുതിയ സിഗ്നേച്ചർ സീരീസ് AC വിപണിയിലേക്ക് കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ മൈജിയുടെ സഹകരണത്തോടെയാണ് ഉൽപ്പന്നം വിപണിയിലെത്തുന്നത്. പുതിയ സിഗ്നേച്ചർ സീരീസിന്റെ ലോഞ്ച് തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം രജിഷ വിജയൻ നിർവഹിച്ചു. കരുത്തുറ്റ കൂളിംഗ് മികവോടെ ഇൻവെർട്ടർ സ്പ്ലിറ്റ് എയർ കണ്ടീഷണറോടെ പ്രീമിയം നിരയാണ് സിഗ്നേച്ചർ സീരീസിലുള്ളത്. AC എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആയി മാറിയിട്ടുണ്ട് എല്ലാവരുടെയും വീടുകളിൽ. പക്ഷേ ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് അപ്ലയൻസ് ഓൾസോ. അപ്പം കാരണം അതിൻ്റെ പവർ കൺസംഷൻ കൂടുതലാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി അറിയാൻ ഇരിക്കുന്ന ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ എനർജി കൺസംഷൻ നാട്ടിൽ നടന്നിരിക്കുന്ന 1 ഓഫ് ദി ഇയേഴ്സ് ആണ്. അപ്പം ഈ പവർ കൺസംഷൻ എങ്ങനെ കുറയ്ക്കാം, അറ്റ് ദ സെയിം ടൈം നല്ല കൂളിംഗ് എങ്ങനെ ലഭിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര നല്ലൊരു ആൻസറാണ് ഹിറ്റാച്ചിയുടെ സിഗ്നേച്ചർ സീരീസ്. വേനൽക്കാലത്ത് നമുക്കറിയാം ധാരാളം വെള്ളം കുടിക്കണം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. അപ്പോൾ വീടിന് പുറത്തിറങ്ങിയാൽ വയനാട് മീനങ്ങാടിക്കാർ സർബത്ത് കുടിക്കാൻ എത്തുന്നത് സുധിയേട്ടൻ്റെ കടയിലേക്കാണ്. സുധിയേട്ടൻ്റെ കടയിലെ സർബത്തിലേക്ക്. പൊരിഞ്ഞ വെയിൽ,
എന്തായാലും കുറച്ച് വെള്ളം കുടിക്കണം. പക്ഷേ ചെറുനാരങ്ങയ്ക്ക് ചെറിയ വിലയല്ല, വലിയ വിലയാണ്. എന്തായാലും ഒരു സർബത്ത് കുടിക്കാൻ പോവാണ് സുധിയേട്ടൻ്റെ കടയിൽ നിന്ന്. പൊരിഞ്ഞ വെയിലത്ത് മീനങ്ങാടി വഴിയൊന്ന് പോവുകയാണെങ്കിൽ പനമരം റോഡിലെ സുധി കൂൾബാറിലൊന്ന് കയറാവുന്നതാണ്. പ്രധാന ഐറ്റം സർബത്താണ്. അതും സുധിയേട്ടൻ തന്നെ സ്വന്തമായി തയ്യാറാക്കിയ നന്നാറി നീരിലുണ്ടാക്കിയ സർബത്ത്. എല്ലാം കൂടി 10ൽ താഴെ ഇനങ്ങളേ ഉള്ളൂ. സർബത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ജ്യൂസുകളാണ്. അതും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ല ഒന്നാം തരം പഴച്ചാറുകൾ. സ്വാഭാവികമായിട്ട് ചൂട് കൂടുതലാണ് ഇക്കൊല്ലം, അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കൂടുന്നുണ്ട് ഇക്കൊല്ലം. ഈയിടെയായിട്ട് കഴിഞ്ഞ ആഴ്ച 250 രൂപ വന്നില്ല ഞാനൊക്കെ. അപ്പോൾ മൊത്തം ബാധിച്ചു, ഐസ് ഒക്കെ ബാധിച്ചു. എല്ലാത്തിനും വില കൂടിയതിൻ്റെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വില കൂട്ടിയത്. അതാണ് എപ്പോഴും ഒന്ന് കുടിക്കാറുള്ള ഇവിടെ തന്നെ കാര്യമാടി. ഞാൻ റീൽ ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ വന്നേ. അതെ അതെ സൂപ്പറാ. സംസ്ഥാനത്ത് ചെറുനാരങ്ങയ്ക്ക് വില കൂടിയതുകൊണ്ട് നേരത്തെ 15 ആയിരുന്ന സർബത്തിന് ഇപ്പോൾ 20 ആണ്. പ്രമാദം. ചൂടായാലെന്താ, ചെറുനാരങ്ങയ്ക്ക് വില കൂടിയാലെന്താ, സർബത്ത് മുഖ്യം ബിഗിലെ. മനു ദാമോദരനൊപ്പം കാളിദാസന്റെ നേതൃത്വം 24 വയനാട്. ഇനി കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലേക്ക് പോവാം. അവിടെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാവുകയാണ്. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ കയറാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം കടുത്ത ഗതാഗതക്കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ബസ് നിർത്തിയിടാൻ മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കേരള അതിർത്തിയായ തലപ്പാടിയിൽ വാഹനങ്ങൾ റോഡിനോട് ചേർന്ന് നിർത്തിയിടുന്നത് ആളുകൾക്ക് ദുരിതമാകുന്നു. കുഞ്ചത്തൂർ, തൂമിനാട് ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഈ അലക്ഷ്യമായ പാർക്കിംഗ് വലിയ തിരിച്ചടിയാകുന്നത്. റോഡിന്റെ വലതുഭാഗത്ത് നിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഇവിടെ ഒഴിവാകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബസ് നിർത്താൻ സംവിധാനം ഉണ്ടായിട്ടും ലോക്കൽ ബസ് അവിടെ നിർത്തുന്നില്ല. കർണാടക കേരള അതിർത്തിയായ കൊണ്ട് ബസ് അവിടെ ടേണാവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ബസ് ജീവനക്കാരോട് പലതവണ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു ഫലവുമില്ലെന്നാണ് ആക്ഷേപം. ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പഴയ ശീലം ബസ് ജീവനക്കാർ തുടരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. 24 കാസർഗോഡ്. പ്രിയോട് രക്ഷകരേതാ ഗുജറാത്തിലെ സൂറത്തിൽ SBI ബാങ്കിൽ വലിയ കവർച്ചയുടെ വാർത്ത വരുന്നുണ്ട്. തോക്കുധാരികളായ 5 അംഗ സംഘം 52 ലക്ഷം രൂപ കവർന്നു. 50 മിനിറ്റോളം ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കി. ബാങ്ക് ഹീസ്റ്റിന്റെ വാർത്തയാണ് അരവിന്ദ് അവിടുന്ന് പറയുന്നത്. ഇനി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് തൃശൂരിലെത്തും. കളക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും നടക്കുന്ന യോഗത്തിനു ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടുമൊഴിയെടുത്തതിനു ശേഷം ദുരന്ത സ്ഥലവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. ശ്രീകുമാരൻ ചേർന്നു വാർത്തകളുടെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് മറുപടി ആയിട്ടില്ല. എങ്ങനെയാണ് അത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ ആ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത് എന്നുള്ളത്? ആ ചോദ്യത്തിലേക്കുള്ള മറുപടിക്കുള്ള അന്വേഷണ തുടക്കം എന്ന് കരുതാമോ ശ്രീജിത്ത്? തീർച്ചയായും ഹാഷ്മി, അന്വേഷണ തുടക്കമെന്ന് നമുക്ക് കരുതാം. ഒരു പ്രാഥമിക അന്വേഷണം അതുപോലെ ആ മേഖലയിൽ ദുരന്ത നിവാരണ വകുപ്പ് അടക്കം ഈ ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് അടക്കം ഇന്ന് രാമനിലയത്തിലാണ് കളക്ടറും കമ്മീഷണറുമായുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആ മീറ്റിംഗ് നടക്കുക. എന്തായാലും ആ മീറ്റിംഗിൽ വെച്ച് കൃത്യമായ രീതിയിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്ക് പ്രാഥമികമായി വിവരങ്ങൾ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം അദ്ദേഹം നേരെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ സന്ദർശിക്കുക. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോകും. മെഡിക്കൽ കോളേജിലേക്ക് പോയതിനു ശേഷമായിരിക്കും മുണ്ടത്തിക്കോട്ടെ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുക. ആ പ്രദേശത്ത് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ വീടുകൾക്ക് നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സ്വത്തുക്കൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിലും അദ്ദേഹം എത്തും. ശേഷം ഇതിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. അവരെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 9-9:30 മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ യോഗമാണ്, ശേഷമാണ് സന്ദർശനങ്ങൾ നടക്കുക. ഓക്കെ, CN രാമചന്ദ്രൻ അന്വേഷിച്ചു തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ആ വെടിക്കെട്ട് ദുരന്തത്തിന് കാരണം? അത് അറിയൽ
ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കാൻ കൂടി പ്രധാനമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ചോദ്യത്തിന് മറുപടി കിട്ടും കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. സമയം 6:58:25 ഇനി അങ്ങോട്ടേക്ക്. ഇനിയൊരു ഗാന്ധി ഭവന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വാർത്തകളിലേക്കാണ്. അതിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ഗാന്ധി ഭവൻ സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരനും ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ പോയട്രി അവാർഡ് ഏരീസ് ഗ്രൂപ്പ് സ്ഥാപകനും ഗ്രന്ഥകാരനുമായ സോഹൻ റോയ്ക്കും ഗവർണർ സമ്മാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ സ്ഥാപനമെന്ന ബഹുമതി നേടിയ പത്തനാപുരം ഗാന്ധി ഭവൻ രജത ജൂബിലി ആഘോഷ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചത്. Why they have chosen the name Gandhi Bhavan? That is what I was asking. He says it is the inspiration of Mahatma Gandhi ji, who worked not only for the nation but the people of the nation, and they worked continuously for 25 years without any break. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ സംഗമങ്ങൾ, സാമൂഹിക സാംസ്കാരിക സാഹിത്യ മാനവ സംഗമങ്ങൾ, വ്യവസായ പരിവേഷണ പദ്ധതികൾ, സ്റ്റാർട്ടപ്പ് കൺസോർഷ്യനുകൾ, പ്രവാസി സംഗമങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനും ലഹരി നിയന്ത്രണത്തിനുമായി വിദ്യാലയങ്ങളിലൂടെ നിരന്തര പ്രചാരണ പരിപാടികൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കും. 24 കൊല്ലം. ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഇന്ന് സുപ്രീംകോടതി വിശാല ഭരണഘടനാ ബെഞ്ചിൽ ആരംഭിക്കും. യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് മുതിർന്ന അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് ആയിരിക്കും ആദ്യ വാദം ഉന്നയിക്കുക. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദവും പൂർത്തിയായതിനു ശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ വാദം തുടങ്ങുക. ബിജെപിയിൽ ചേർന്ന 7 രാജ്യസഭാ എംപിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കും. രാജ്യസഭാ അധ്യക്ഷൻ അവരുടെ ലയനം അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. എംപിമാർക്കെതിരെ AAP പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഉടൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. PR അരവിന്ദ് ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, ഭരണഘടനാപരമായി അവരുടെ ലയനം അംഗീകരിച്ചുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ എടുത്ത തീരുമാനം, അതിനേതെങ്കിലും രീതിയിൽ നിയമപരമായി മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്താണ് AAPയുടെ തുടർ നീക്കങ്ങൾ? ദിൽന ഹാഷ്മി, 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. ഇവരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് സഞ്ജയ് സിംഗ് MP കത്ത് നൽകിയിരുന്നെങ്കിലും ആ കത്ത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ 7 എംപിമാരുടെ ലയനം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഹർജി ഉടൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം സഞ്ജയ് സിംഗ് MPയും അതുപോലെ തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അതിഷി വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുവാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത്. കാരണം ഭരണഘടനാപരമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ലയനം അംഗീകരിച്ചത്. കൃത്യമായി എംപിമാരെ അയോഗ്യരാക്കേണ്ടതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ ലയനം അംഗീകരിച്ചു എന്നതാണ് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ഈ എംപിമാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുവാനും ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതാണ് ആം ആദ്മി പാർട്ടിയുടെ തുടർ നീക്കങ്ങളാണ് PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞത്. എന്തായാലും ഹഷ്മി, ബംഗാളിൽ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് 2ാം ഘട്ടത്തിൽ. അപ്പോൾ അവിടെ ഈ പറയുന്ന അക്രമ സംഭവങ്ങളൊന്നും ഇല്ലാതെ സമാധാനപൂർവ്വമായ ശാന്തമായ വോട്ടെടുപ്പ് നടക്കട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം. ബംഗാൾ പൂർത്തിയായാൽ എക്സിറ്റ് പോളുകളുടെ സമയമാണ്. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോളുകളുടെ സമയമാണ്. അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ രാവിലത്തെ വാർത്തായാത്ര പൂർത്തിയാക്കി നമുക്ക് മോർണിംഗ് ഷോയിലേക്ക് പോകാം.